അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ പാവപ്പെട്ടവനാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി പട്ടിണിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനും ഒരു കാരയ്ക്ക കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നൊരു കാരയ്ക്ക ആ മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ, അള്ളാഹുവേ, വെച്ചു കൊടുക്കുന്നതൊരു ചെറിയ ഒരു കാരയ്ക്കയാണ്. ആ മനുഷ്യന്റെ കയ്യിലേക്ക് ആ കാരയ്ക്ക വെച്ചു കൊടുക്കുമ്പോൾ അതാ മനുഷ്യൻ ഇങ്ങനെ കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, അള്ളാഹുവേ, ഒരു കാരയ്ക്ക കയ്യിലേക്ക് വെച്ചു കൊടുക്കും. ആ കാരക്ക കയ്യിൽ പിടിച്ചിട്ട് ആ മനുഷ്യൻ പറയുന്നു, റബ്ബേ, ഇത് മുത്തുനബിയുടെ കൈ കൊണ്ട് തന്നതാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ കൊണ്ട് ചെറുതാണെങ്കിലും ഇത് മുത്തുനബിയുടെ കൈ കൊണ്ട് എനിക്ക് തന്നതാണല്ലോ. അൽഹംദുലില്ലാഹ്. ഈ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് പടച്ചവന് ശുക്ർ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖമങ്ങ് പ്രകാശിക്കുകയാണ്. ആദ്യത്തെ മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോ അത് വളരെ നിസ്സാരമായിട്ട് ആ മനുഷ്യൻ തള്ളിക്കളഞ്ഞു. പക്ഷേ രണ്ടാമതും പാവപ്പെട്ടവൻ, രണ്ടുപേരും ഒരേപോലെ ജീവിക്കുന്നവരാ. രണ്ടാമത്തെ പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് കാരയ്ക്ക വെച്ചു കൊടുത്തപ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഇത് മുത്തുനബി തന്നതാണല്ലോ. അവിടെ നിന്ന് ആ മനുഷ്യൻ പറയുന്നത് കേൾക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബാ, എഴുന്നേറ്റ് നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോയിട്ട് എന്താണോ കയ്യിൽ കിട്ടുന്നത് എടുത്തുകൊണ്ടുവന്ന് ഈ പാവപ്പെട്ടവനെ കൊടുക്ക് സ്വഹാബാ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് അവിടെ നിന്ന് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ വാരിക്കൊണ്ടുവാ. അല്ലാഹുവേ, സ്വഹാബത്ത് ഇറങ്ങി ഓടുകയാണ്. അവർക്ക് പിന്നെ ചിന്തിക്കാനൊന്നുമില്ല. മുത്തുനബി പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാന്റെ റസൂല് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ചിന്തിച്ചില്ല. എല്ലാവരും അവിടെ നിന്ന് തന്റെ വീടുകളിലേക്ക് ഇറങ്ങി ഓടുകയാണ്. തങ്ങളുടെ വീടുകളിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് കിട്ടുന്നതും വാരിയെടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ചാരത്തേക്ക് വന്ന മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പടച്ചവനെ ഒരുപാട് വാരിക്കൊടുത്തു. അല്ലാഹുവേ, ആ മനുഷ്യന് വല്ലാത്ത സന്തോഷമായി. ആ മനുഷ്യൻ അവിടെ നിന്നും മടങ്ങി പോകുമ്പോ മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുമോ? എന്തിനാ ഞാൻ വെറുതെയല്ല ഈ ചരിത്രം പറഞ്ഞത്. ഇത് വെറുതെ പറഞ്ഞതല്ല, ഒരു കാരക്കയുടെ കഥ പറഞ്ഞതല്ല. ഇതിനകത്ത് പഠിക്കാൻ ബുദ്ധിയും ചിന്തയും കഴിവുമുള്ള ഒരു മനുഷ്യന് പഠിക്കാൻ ഇതിനേക്കാളും വലിയ ഉപദേശമെന്താ? എന്തിനാ 2 മണിക്കൂർ വഅദ് പറയുന്നത്? എന്തിനാ ഈ ഒരൊറ്റ ചരിത്രം? ഈ കാരക്ക കൊടുത്ത ഒരൊറ്റ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഈ പറഞ്ഞ ഒരു ചരിത്രം മതി നമുക്ക് പഠിക്കാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, എന്തേ നമുക്ക് ഈ ചരിത്രത്തിലൂടെ പഠിക്കാൻ കഴിയുന്നത്? ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹു പറയുന്നത്, പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്, ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആരെങ്കിലും അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് അവൻ നന്ദി കാണിച്ചാൽ അല്ലാഹു അവന് വാരിക്കോരി കൊടുക്കും. അല്ലാഹു അവന് വിശാലത നൽകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കൊടുത്തത് ഒരു കാരക്കയാണെങ്കിലും അത് നിസ്സാരമാണെങ്കിലും ആ മനുഷ്യൻ എന്തേ പറഞ്ഞത്? അൽഹംദുലില്ലാഹ്. കാരണം അന്ന് മക്കയും മദീനയും ഏറ്റവും കൂടുതൽ കാരക്കയുള്ള സ്ഥലമാ. എങ്കിലും കൊടുത്തത് അതിന് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തി. അത് മുത്തുനബിയുടെ കൈകൊണ്ട് തന്നതാണല്ലോ. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ആ മനുഷ്യൻ സന്തോഷവാനായപ്പോ അള്ളാഹു അദ്ദേഹത്തിന് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ 4 ഭാഗത്ത് നിന്നും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിച്ചു. ഒന്നാമത്തെ മനുഷ്യനോ
ഒന്നാമത്തെ മനുഷ്യനോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്ദികേട് കാണിച്ചാൽ അവന്റെ ദുനിയാവും പോകും. അള്ളാഹു പറയുന്നു, ഇന്ന അദാബി ലശദീദ്, അവൻ അള്ളാഹു നാളെ കഠിനമായ ശിക്ഷ കൊടുക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി നമ്മൾ ചിന്തിക്ക്, നമ്മൾ ഇതിലെ ഏത് കൂട്ടത്തിൽ നമ്മൾ പെടും? ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലാ ഞാനും നിങ്ങളും പെടുക? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതിന്റെ വിഷയമാണെന്ന് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അർബഉ മിൻ ഉതിയഹുന്ന ഖൈറദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, ഈ പറഞ്ഞ 4 കാര്യങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞു തരുന്ന 4 കാര്യങ്ങളുണ്ടല്ലോ, അത് ലഭിച്ചവന് ഭാഗ്യവാനാണ്. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അവൻ രക്ഷപ്പെട്ടവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ 4 കാര്യങ്ങൾ ലഭിച്ചവൻ, എൻ്റെ പ്രിയമുള്ളവരെ, 2 നില വീടുള്ളവനല്ല, സഞ്ചരിക്കാൻ അതാ വലിയ വലിയ കോടികളുടെ കാറുള്ളവനല്ല, കഴിക്കാൻ ഭക്ഷണമുള്ളവനല്ല, മുന്നിലും പുറകിലും നടക്കാൻ ആളുള്ളവനല്ല. ഏറ്റവും വലിയ ഭാഗ്യവാനാരാണ്? ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടവനാരാണ്? മുത്തുനബിയാണ് പറയുന്നത്. ഈ പറയുന്ന 4 കാര്യങ്ങൾ ലഭിച്ചവനുണ്ടല്ലോ, അവന് ദുനിയാവിലും പ്രയാസമില്ല, ആഖിറത്തിലും പ്രയാസമില്ല, അവൻ രക്ഷപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സ്. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സ് ആർക്കുണ്ടോ അവൻ രക്ഷപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ഒരു മനസ്സ് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? നമ്മൾ ചിന്തിക്കുക. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒരു കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ ഒരു മനസാക്ഷിയെങ്കിലും, ഒരു മനക്കുത്തെങ്കിലും എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ വാങ്ങാനുള്ളതല്ലല്ലോ, തിരിച്ച് കുറച്ചെങ്കിലും കൊടുക്കണ്ടേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നില്ല. പ്രവാചകന് പടച്ചവനെ, അതാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പോലും പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിന്ന് സുഖമില്ലാത്ത സമയത്ത് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നമസ്കരിക്കുന്നത് കണ്ടപ്പോ, കാലതാ നീര് കെട്ടിയ രീതിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ ഇത്രയും പ്രയാസത്തിൽ നമസ്കരിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? എന്തിനാണ് ഇതുപോലെ നമസ്കരിക്കുന്നത്? അല്ലാഹു അങ്ങാണല്ലോ സ്വർഗം തുറക്കുന്നത്, അങ്ങയുടെ വന്നതും വരാനിരിക്കുന്നതുമായ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ലോകത്തിന്റെ നേതാവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ, ആയിഷ, അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പോലും ഇങ്ങനെ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ ഞാനും നിങ്ങളും എങ്ങനെയാണ് പടച്ചവന് ശുക്ർ ചെയ്യുന്നത്? നമ്മുടെ നാവ് കൊണ്ട് ഒരു അൽഹംദുലില്ലായാണല്ലോ ഏറ്റവും കുറഞ്ഞ ഒരു നന്ദിയാണ് അൽഹംദുലില്ലാ. നമ്മളിൽ എത്ര പേരാ സഹോദര അങ്ങനെ പറയാറുള്ളത്? ശുക്ർ ചെയ്യാനുള്ള മനസ്സ് നമ്മളിൽ എത്ര പേർക്കാണ്? ഏറ്റവും കുറഞ്ഞ ഒരു ശുക്റാണ് അൽഹംദുലില്ലാ. അള്ളാഹു നമുക്കത് പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ പറയാറുണ്ടോ? ഇൻഷാ അല്ലാ മാഷാ അല്ലാഹ് അവിടെ കിടക്കട്ടെ. ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹുടെയൊക്കെ ഇപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നത് വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും എഴുതാം, അല്ലെങ്കിൽ വീട് പണി നടക്കുമ്പോൾ അവിടെ എഴുതാം. ഇവിടെ ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹൊക്കെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ അല്ലേ വണ്ടിക്കകത്തൊക്കെ മാഷാ അല്ലാഹ് അല്ലേ? മാഷാ അല്ലാഹ് കാക്ക കാഷ്ടിക്കുന്ന ഇവിടെ ആ മാഷാ അല്ലാഹുടെ മുകളിലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നിനക്ക് അർത്ഥമുണ്ടല്ലോ, അല്ലാഹുടെ പേരല്ലേ?
ആ മാഷാ അല്ലാഹ് വണ്ടിയുടെ ഫ്രണ്ടിൽ എഴുതി വെക്കും, പൊടിയടിച്ച് കിടക്കും. കാക്ക വന്ന് കാഷ്ടിക്കും. വല്ല ബോധമുണ്ടോ? പിന്നെന്താ മാഷാ അല്ലാഹ്. പിന്നെ കാണണമെങ്കിൽ വലിയ മനോഹരമായ വീടുണ്ടാക്കിയിട്ട് അതിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് മാഷാ അല്ലാഹ്. അതവിടെ അല്ല എഴുതി വെക്കേണ്ടത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുമ്പോൾ മുത്തുനബി പറയും സുബ്ഹാനല്ലാഹ്. എന്താ പറയാ? എന്തിനത് പറയണേ? അത്ഭുതകരമായ കാര്യങ്ങൾ. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞാൽ സഹാബത്ത് എന്തോ മനസ്സിലായി, എന്തോ സംഭവം നടന്നിട്ടുണ്ടെന്ന് ചോദിക്കുക, എന്താ നബിയെ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇന്ന് ഈ 2-3 കോടി രൂപ മുടക്കിയിട്ട് വലിയ കൊട്ടാരം പണിതിട്ട് അതിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുക മാഷാ അല്ലാഹ്. അപ്പൊ അവിടെ എഴുതേണ്ടത് മാഷാ അല്ലാഹ് ആണോ? അല്ല, പിന്നെന്ത് എഴുതണം? സുബ്ഹാനല്ലാഹ്. കാരണം ഇവൻ ദുനിയാവ് വാരിക്കൂട്ടാനുള്ള ഓട്ടവാ. ദുനിയാവ് എന്താ കൊട്ടാരങ്ങൾ പണിയുകയാ. എന്നാലോചിച്ച് നോക്കിയേ, അത് തൂക്കാനും പിടിക്കാൻ പോലും ഇവൻ എല്ലാ റൂമിലൊന്ന് കയറി ഇറങ്ങും. എന്തിനാ? ആവശ്യത്തിനുള്ളത് വേണം. അള്ളാഹു നമ്മുടെ 6 അടി മണ്ണ് മനോഹരമാക്കി തരുമാറാകട്ടെ. പറമൻഷ അവിടല്ലേ മണ്ണറ മണിയറയാക്കേണ്ടത്. അതിനകത്ത് വരുന്ന മലക്കുകൾ പോലും പറയുമെന്ന് അലം കനൗമത്തിൽ ആറൂസ്, പുതിയ ആപ്പിള കിടക്കണ പോലെ കിടന്നുറങ്ങടാന്ന്. ഖബറിന്റെ അകത്ത് വരുന്ന മലക്കുകൾ പോലും പറയും ലം കനൗമത്തിൽ ആറൂസ്. എന്താ അർത്ഥം? പുതിയാപ്പിള കിടക്കണ പോലെ കിടക്കാൻ. അപ്പൊ സാധാരണ കടത്തമല്ല പുതിയാപ്പിളയുടെ കടത്തം അല്ലേ? കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ കടന്ന് ബഹളം വെച്ചാൽ പറയും അത് പുതിയാപ്പിളയുടെ റൂം, അവർ കിടന്നുറങ്ങണം, ഇങ്ങോട്ട് ശല്യം ചെയ്യാൻ പാടില്ല. അതല്ലേ കല്യാണം കഴിഞ്ഞ്? ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല. ഇന്ന് കല്യാണപ്പയ്യനെ പൊക്കിക്കൊണ്ട് പോകുന്ന കാലമാണ് കല്യാണത്തിൻ്റെ. അവൻ ഓൻ്റെ അടുക്കളയ്ക്ക് ഓൻ്റെ കട്ടിലിനടിയിൽ പടക്കം വെച്ച് പൊട്ടിക്കും, അമിട്ട് വെച്ച് പൊട്ടിക്കില്ലേ? ഇടത്തത്തെ മുളക് പൊടിയൊക്കെ ഇട്ട്, എന്താ ഇപ്പോൾ ഒരുത്തന് പാവപ്പെട്ടവന് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പടച്ചവനെ, മുളക് പൊടിയല്ല ഈ കാന്താരി മുളക്, അവസാനം രാത്രി പൊക്കിക്കൊണ്ടുപോയി അവസാനം ഹോസ്പിറ്റലിൽ. ആലോചിക്കുക, ഇന്നത്തെ കാലഘട്ടം അങ്ങനെ. എങ്കിൽ ഈ പുതിയാപ്പിളയുടെ റൂമിന്റെ മുന്നിൽ കിടന്ന് ബഹളം വെക്കുമ്പോൾ പറയും അത് പുതിയാപ്പിള, അതിനകത്ത് കിടക്ക, ശല്യം ചെയ്യില്ല, പടാ മക്കളെ ഓടിച്ചു വിടും എന്നെ. കാരണം അത് പുതിയാപ്പിള. അതാണ് മലക്കുകൾ ലം കനൗമത്തിൽ ആറൂസ്, പുതിയാപ്പിള കിടക്കണ പോലെ കിടന്നു, നിന്നെ ആരും ശല്യം ചെയ്യൂല. അള്ളാഹു നമ്മുടെ ഖബർ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അതിനിങ്ങനെ നടന്നാൽ മതിയോ? ഇങ്ങനെ നടന്ന മണിയറയല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അൽഹംദുലില്ലാ, അത് പറയണം. മഹാനായ പ്രവാചകൻ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനെ കാണുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ കണ്ടപ്പോൾ, ഇപ്പൊ ഞാൻ ചോദിക്കാം, ഷാജിക്ക എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അൻസാരിക്ക എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഞാൻ സലീം ഉസ്താദ് എങ്ങനെയുണ്ട്, ഓരോ മനുഷ്യനോടും എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ മറുപടി പറയണേ? കുഴപ്പമില്ല, സുഖം. കച്ചവടമൊക്കെ കൊണ്ടുപോകണേ? ഒത്തിരി ബുദ്ധിമുട്ടാ ഉസ്താദേ. വീട് പണിയൊക്കെ, ഭാര്യ മക്കൾ സുഖമായിട്ടിരിക്കുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഒരാളോട് അവിടെ നിന്ന് ചോദിച്ചു, ഒരു ഫുലാനോട്, ഒരു മനുഷ്യനോട്, ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ എന്തുണ്ട് വിശേഷം? നബിയെ സുഖാ നബിയെ, അത്രേ പറഞ്ഞുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വല്ലാതെ വാടി. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു അത്രേ, ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും നമ്മളോട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ സുഖമാണെന്നല്ല പറയേണ്ട, അൽഹംദുലില്ലാ റാഹത്ത്, അതല്ലേ അർത്ഥം. ആ ഒരു അൽഹംദുലില്ലയ്ക്ക് വലിയ പ്രതിഫലമുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, അവിടെ നിന്ന് നമ്മൾ അൽഹംദുലില്ലയാണ് പറയേണ്ടത്. അത് ചെറിയ ഒരു വാചകമാണെങ്കിലും അത് വലിയ പ്രതിഫലം നേടിത്തരുന്നതാണ്. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ടല്ലോ. അല്ലാഹുവേ അൽഹംദുലില്ല പറഞ്ഞവർക്ക് അല്ലാഹു കൊടുത്ത എത്രയെത്രയോ ചരിത്രങ്ങൾ നമ്മൾ പ്രഭാഷണങ്ങളിൽ കേട്ടവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയണം. അല്ലാഹ് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയല്ലോ. പടച്ചറപ്പ് സമ്പത്ത് നൽകി, ആരോഗ്യം നൽകി, ഭാര്യ മക്കളെ നൽകി. പടച്ചവനെ എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകിയത്. എന്നിട്ട് ആ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് തിരിച്ചൊരു നന്ദി രേഖപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിലോ എന്റെ പ്രിയമുള്ള സഹോദരാ, നമ്മളിൽ കാര്യം പരാജയപ്പെട്ടു പോകുന്നതാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, നന്ദി കാണിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണേ, ശുക്ർ ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണേ. അതുണ്ടായി കഴിഞ്ഞാ ദുനിയാവിലും ആഖിറത്തിലും
ആഖിറത്തിലും നീ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു മനസ്സ് നിനക്കില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖസ്റത് ദുനിയാ വൽ ആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാണ്. പടച്ചവനെ, നിനക്ക് ഒരുപാട് അല്ലാഹു നിനക്ക് തന്ന ഒരു അനുഗ്രഹമാണ് സമ്പത്ത്. ആ സമ്പത്ത് നിനക്ക് ഒരുപാട് കൂടിക്കഴിയുമ്പോ നിനക്ക് അഹങ്കാരം കൂടുകയാ, നീ പലതും മറന്നു പോവുകയാ, അള്ളാനെ നന്ദി രേഖപ്പെടുത്താൻ സമയമില്ലാതെ കടന്നു വരികയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഖാറൂൻ എന്ന് പറയുന്ന ഒരു സമ്പന്നന്റെ ചരിത്രം അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്. അവന്റെയൊക്കെ സമ്പത്തിന്റെ 4/1 പോലും 99 പോലും സാക്ഷാൽ അംബാനി പോലും കടന്നു വരൂല. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നം പോലും കടന്നു വരൂല. അത്രയും വലിയ കോടീശ്വരനായിരുന്ന ഖാറൂൻ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവനാ ഖാറൂൻ. ആ ഖാറൂനിനെ ഒരുപാട് മൂസാ നബി ഉപദേശിച്ചതാ. ഒരുപാട് ഖാറൂനിനെ മൂസാ നബി ഉപദേശിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞു, മൂസാ, ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയതാ മൂസാ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് ഖാറൂൻ പറഞ്ഞപ്പോ അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, കോടിപതിയായിരുന്ന ഖാറൂൻ അവനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്തിനാ ഖാറൂനിന്റെ ചരിത്രമല്ല ഖുർആനിൽ പറഞ്ഞത്? ഇന്നത്തെ ഖാറൂനിന്റെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയാ. ഇന്നത്തെ ഖാറൂനിന്റെ മക്കളെ പോലെ ജീവിക്കുന്നവർക്ക് പഠിക്കാനാണ് പടച്ചറബ് ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങളും ചരിത്രങ്ങളും കാണിച്ചു തന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പണം കിട്ടുമ്പോ അള്ളാനെ മറക്കരുത്, സമ്പത്ത് കിട്ടുമ്പോ അള്ളാനെ മറക്കരുത്. പലരും അള്ളാനോട് സമ്പത്ത് താ അല്ലാ, സമ്പത്ത് താ അല്ലാ, പലരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറയാ. ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും, നിങ്ങൾക്ക് സമ്പത്ത് വേണോ, സമ്പത്തിനോടുള്ള ആർത്തി വേണോ? റസൂലുള്ള പറഞ്ഞത് വേണ്ടെന്നാണ്, മുത്തുനബി പറഞ്ഞത് പണം വേണ്ടെന്നാണ്, അതിനെ നിങ്ങൾ സ്നേഹിക്കരുതെന്നാണ് മുത്തുനബി പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകൻ അതാ സുബഹി കഴിഞ്ഞ് നോക്കുമ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റ് ഓടുകയാണ്. എല്ലാരും അള്ളാഹിനോട് പറയുന്നത്, പടച്ചവനെ സമ്പത്ത് താന്ന. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ചരിത്രം കേട്ടിട്ട് വേണമെന്ന് തീരുമാനിക്കൂ, വേണോ വേണ്ടയോ. നമസ്കാരം കഴിയുമ്പോൾ ഒരു സഹാബി ഇറങ്ങി ഓടുക, ഒന്ന് പെട്ടെന്ന് പോവാ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, കുറേ ദിവസമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇറങ്ങി പോന്ന കണ്ടപ്പോ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ഇത്ര ധൃതി? നിനക്ക് അള്ളാഹിനോട് ചോദിക്കാനൊന്നുമില്ല, നീ ഓടുന്നല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ, നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉത്തരവില്ലേ? ഉണ്ട്. കൂട്ടപ്രാർത്ഥനയ്ക്കേ വിഷയമുള്ളൂ, അല്ലേ? തർക്കമുണ്ടെങ്കിലും കൂട്ടപ്രാർത്ഥന, നിസ്കാരം കഴിഞ്ഞുള്ള ദുആയ്ക്ക് ഇജാബത്തുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നിനക്കൊന്നും ചോദിക്കാനില്ല? ഇല്ല നബിയെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നബിയെ. പക്ഷെ എന്റെ അവസ്ഥ എന്താണെന്നറിയോ? മുത്തുനബിക്ക് അറിയുമല്ലോ എന്റെ അവസ്ഥ എന്താ. ഞാൻ പാവപ്പെട്ടവനാ നബിയെ, ഞാൻ പാവപ്പെട്ടവനാണ്. ഞാൻ ഈ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഓടുന്നത് എന്തിനാണ് നബിയേ? എനിക്കും എന്റെ ഭാര്യയ്ക്കും നമസ്കരിക്കാൻ ആകെയുള്ളത് ഒരേ ഒരു ജോഡി വസ്ത്രം. എനിക്കും എന്റെ ഭാര്യയ്ക്കും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമേ ഉള്ളൂ. ഈ നമസ്കാരം കഴിഞ്ഞ് ഈട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ട് എന്റെ വീട്ടിൽ കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യയ്ക്ക് നമസ്കരിക്കാൻ. എന്റെ ഭാര്യ വീടിന്റെ മുന്നിൽ, പടച്ചവനെ, നിസ്കാരം കഥയാകുന്നതിന് മുമ്പ് നീ ഓടിപ്പോകണം. ഈ വസ്ത്രം കൊണ്ട് കൊടുത്തിട്ട് വേണം, ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം ധരിച്ചിട്ട് വേണം എന്റെ ഭാര്യയ്ക്ക് നമസ്കരിക്കാൻ. അല്ലാഹുവേ, അത് കൊടുക്കാൻ ഓടുന്നതാണ്. പടച്ചവനെ, ചിന്തിച്ചു നോക്ക്, ആ കുടുംബത്തിന്റെ പ്രയാസം എന്താണെന്ന് ചിന്തിച്ചു നോക്ക്. ആ കുടുംബത്തിന്റെ ദാരിദ്ര്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനിക്കുന്ന ഹൃദയത്തോടെ തന്റെ സങ്കടങ്ങൾ മുഴുവനും മുത്തുനബിയോട് പറഞ്ഞിട്ട് ആ സ്വഹാബി അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊന്ന് ദുആ ചെയ്യുവോ നബിയേ? സമ്പത്ത് കിട്ടാനൊന്ന് ദുആ ചെയ്യുവോ? അല്ലാഹു ബറക്കത്ത് ചെയ്യാനൊന്ന് ദുആ ചെയ്യുമോ? റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു,
പറഞ്ഞു വേണ്ട, കാരണം പണം കൂടിക്കഴിഞ്ഞാ സർവ്വതും നഷ്ടപ്പെട്ടു പോകും, ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. സഹാബി ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഞാൻ മാറിപ്പോകുമോ നബിയേ, ഞാൻ മാറിപ്പോകുമോ നബിയേ? അള്ളാന്റെ റസൂലിനോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ സഹാബിയാ, മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചവരാ, അങ്ങയുടെ പുറകെ നിന്ന് നിസ്കരിക്കുന്നവനാണ്. എനിക്ക് പണം കിട്ടിയാ ഞാൻ അള്ളാനെ മറക്കുമോ? ഞാൻ അഹങ്കാരിയായി പോകുമോ? ഒരിക്കലും ഞാൻ അങ്ങനെയാകില്ല നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനെ കാണുമ്പോഴൊക്കെ ഈ സ്വഹാബി ഇങ്ങനെ പറയുകയാണ്. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് ദുആ ചെയ്തു, നാഥാ നീ ബർക്കത്ത് നൽകണേ അല്ലാ. മുത്തുനബി അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ആ ദുആ തള്ളപ്പെടില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തു. അള്ളാഹുവേ, പിന്നെ ആ മനുഷ്യൻ അള്ളാഹു അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരിക്കൊടുക്കുകയാണ്. അവിടുന്ന് പടച്ചവന് മൃഗങ്ങളിൽ അള്ളാഹു ബർക്കത്ത് കൊടുത്തു. ഒരുപാട് ആടുകളായി, മാടുകളായി, ഒട്ടകങ്ങളായി, പടച്ചവരെ വലിയ സമ്പന്നനായി. പണം കൂടി കഴിഞ്ഞപ്പോ 5 നേരം പള്ളിയിൽ നമസ്കരിക്കാൻ വന്നിരുന്ന സ്വഹാബി, ഈ സ്വഹാബിക്കൊരു വിളിപ്പേരുണ്ടായിരുന്നു, പള്ളിയുടെ മാടപ്രാവെന്നായി സ്വഹാബിയെ വിളിച്ചിരുന്നത്. കാരണം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് വരുമായിരുന്നു. അതുകൊണ്ട് സ്വഹാബികൾ വിളിച്ചു പള്ളിയുടെ മാടപ്രാവ്, മാടപ്രാവ്. കാരണം ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരുന്ന സ്വഹാബി, പടച്ചവനെ ജോലി കൂടി, പണം കൂടി, 5 നേരം വന്നവൻ പിന്നെ 2 നേരമായി. പടച്ചവരെ 2 നേരം പള്ളിയിലായി. പിന്നെ പള്ളിയിൽ എല്ലാ ദിവസവും വരാൻ കഴിയുന്നില്ല, ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രമായി. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, പിന്നെ പള്ളിയിൽ പോലും വരാത്ത അവസ്ഥയായി. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ആ മനുഷ്യന് സദക്ക കൊടുക്കാതെ, സക്കാത്ത് കൊടുക്കാതെ പാവപ്പെട്ടവരെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ ചരിത്രം അല്ലാഹുവേ അവിടുന്ന് കാണാം. അവസാനം അവിടുന്ന് കാഫിറായി ചത്തുപോയെന്ന് അല്ലാഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിരുന്ന ഈ സ്വഹാബി ഉണ്ടല്ലോ, അവസാനം പണത്തിനോടുള്ള ആർത്തി കൂടിയപ്പോ അവസാനം കാഫിറായി ചത്തുപോയെന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പണം അനുഗ്രഹമല്ല, അത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണ വസ്തുവാണ്. അതിനോട് ആർത്തി കൂടി കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അത് പറഞ്ഞുകൊണ്ട് മരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ കഴിയണമെന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ, അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അൽഹംദുലില്ലാഹ് എങ്കിലും പറയാൻ, ഒരൽഹംദുലില്ലാഹ് എങ്കിലും പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരൽഹംദുലില്ലാഹ് എങ്കിലും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അന്ന ശൈത്വാന ലാ യർളാ, അന്ന ശൈത്വാന ലാ യർളാ. ഇതാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രഹസ്യമായിട്ട് ചെയ്യുന്ന ഇബാദത്തുകൾ ഉണ്ടല്ലോ, രഹസ്യമായിട്ട് ചെയ്യുന്ന സൽക്കർമ്മമുണ്ടല്ലോ, അത് ശൈത്താന് വല്ലാത്ത കോപമുണ്ടാക്കുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരാ? അമേരിക്കയല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രമല്ല, മറ്റുള്ള ഏതെങ്കിലും മതസ്ഥരല്ല. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, ഇന്ന ശൈത്താന ലകും അദുവ്വുൻ മുബീൻ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണ്. അതുകൊണ്ട് ആ ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ? അത് രഹസ്യമായിട്ട് ചെയ്യുന്ന അമലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രഹസ്യമായിട്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങള്, രഹസ്യമായി ചെയ്യുന്ന സൽക്കർമ്മം ഇബ്ലീസിന് വല്ലാത്ത പ്രയാസമുണ്ടാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് പറയാൻ ഒരുപാട് പരസ്യമായിട്ടുള്ള നിസ്കാരം പരസ്യമാണ്,
നോമ്പ് പിടിക്കൽ പരസ്യമാ, ഹജ്ജിന് പോയിട്ടുണ്ട് പരസ്യമായിട്ട് പറയും, പള്ളി കെട്ടിക്കൊടുക്കാൻ അത് കൊടുത്തിട്ടുണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ പരസ്യമായിട്ട് പറയും. പക്ഷേ ജീവിതത്തിൽ നിനക്കും അല്ലാഹ്ക്കും മാത്രം അറിയുന്ന ഒരു രഹസ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആർക്കൊക്കെ അറിയണം? ആർക്കൊക്കെ അറിയണം? കൂടെ കിടക്കണ പെണ്ണുപിള്ളയ്ക്ക് അറിയരുത്, സ്വന്തം മക്കൾക്കറിയരുത്, ഒരാൾക്കും അറിയരുത്. എനിക്കും എന്റെ റബ്ബിനും മാത്രം അറിയുന്ന ഒരു രഹസ്യം, അങ്ങനെ ഒരു സൽക്കർമ്മം എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പരസ്യമാക്കാൻ അതുകൊണ്ട് തന്നെയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം 5 വഖത്ത് ഫർദ് നമസ്കാരം അത് രഹസ്യമായിട്ടാണോ നിസ്കരിക്കേണ്ടത്, പരസ്യമായിട്ടാണോ? പറ മനുഷ്യന്മാരെ, പരസ്യമായിട്ട്. എന്നാൽ ഈ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരം എവിടെയാണ് നിസ്കരിക്കണ്ടേ? പറ. വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലെ ഖതീബായ ഞാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിയിൽ വന്ന് ഇഖാമത്ത് കൊടുക്കുമ്പോൾ ജമാഅത്തായി നിന്ന് ഞാൻ എന്ത് ചെയ്യണം? ഇമാമത്തായിട്ട് ഇവിടെ നിന്ന് ഫർദ് നിസ്കരിച്ചു. എനിക്ക് സുന്നത്ത് നിസ്കരിക്കാനുള്ള സ്ഥലം ഏതാ? ആ കാണുന്ന റൂം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, പരസ്യമായി നമസ്കരിക്കണം, ജമാഅത്തായി എന്നുള്ള നമസ്കാരം, സുന്നത്ത് നമസ്കാരം അത് രഹസ്യമാണ്. അത് നിന്റെ റൂമിലിരുന്ന് നിന്റെ വീട്ടിൽ നിസ്കരിക്കേണ്ടതാണ്. അതിന് വലിയ പ്രതിഫലമാണ്, അതിന് വലിയ പ്രതിഫലമാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നത് പള്ളിയിൽ വന്നല്ല, സുബഹിക്ക് മുമ്പേ വന്ന് നീ പള്ളിക്കകത്ത് വന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ നീ അത് വീട്ടിൽ നിന്റെ ഭാര്യ പോലും അറിയാതെ ഒറ്റയ്ക്ക് അവളെ വിളിക്കാതെ നീ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് 3 മണിക്ക് ആരും അറിയാതെ നീ എഴുന്നേറ്റ് നിന്റെ ഭാര്യയോട് പോലും പറയാതെ, അവള് കിടന്നുറക്കമാണ്, അവളെ വിളിച്ചുണർത്തിയിട്ടില്ല, നീ അതാ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പോയി തണുത്ത വെള്ളത്തിൽ ഉതവെടുത്തിട്ട് അവളെ ശല്യം ചെയ്യാതെ ഒറ്റയ്ക്കൊരു മൂലയിൽ പോയിരുന്ന് നീ തഹജ്ജുദ് നിസ്കരിച്ചാ അല്ലാഹു മലക്കുകളെ വിളിക്കുകയാ, അല്ലാഹു മലക്കുകളെ വിളിക്കുകയാണ്. എന്നിട്ട് മലക്കുകളോട് പറയുന്നത് കണ്ടോ? സിറാജിനെ കണ്ടോ? അവൻ എന്റെ യഥാർത്ഥ അടിമയാണ്. സുന്ദരിയായ ഭാര്യ അവന്റെ കൂടെ കിടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, AC റൂമില് സുന്ദരിയായ ഭാര്യ ഒരു പുതപ്പിന്റെ കീഴില് ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന സമയത്ത് അവളെ വിളിച്ചുണർത്താതെ, അവളെ ശല്യം ചെയ്യാതെ, അവളെ മാറ്റിക്കിടത്തിയിട്ട് എഴുന്നേറ്റ് പോയി രഹസ്യമായി ചെയ്യുന്ന ഇബാദത്തുണ്ടല്ലോ, അങ്ങനെ നമസ്കരിക്കുന്നവനെ കുറിച്ച് അല്ലാഹു മലക്കുകളോട് പറയുകയാണ്, എന്റെ അടിമയെ കണ്ടോ? അവൻ എന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എന്നോട് വല്ലാത്ത സ്നേഹമാണ് എന്നും മലക്കുകളോട് പടച്ചവന് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പള്ളിയിൽ വന്ന് ദുഹറും അസറും മഗ്രിബും ഇശായും ഒക്കെ നമസ്കരിക്കാൻ എല്ലാവർക്കും കഴിയും. ഈ പായിപ്പാടുള്ള ഏത് മുസ്ലിമിനും ഈ പള്ളിയിൽ വന്ന് ഫർദ് നമസ്കരിക്കാൻ കഴിയും. പക്ഷേ ഈ പായിപ്പാടുള്ള ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ, അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. സത്യമല്ലേ? പകല് പള്ളി വന്ന് നിസ്കരിക്കാൻ ആരെ കൊണ്ടും പറ്റൂലേ? മുസ്ലിമായാൽ ഏത് മുസ്ലിമിനും വന്ന് നിസ്കരിക്കാം, ഒരു കുഴപ്പമില്ല. എന്നാൽ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കണ ആരുണ്ട്? എത്ര പേരുണ്ട് തഹജ്ജുദ് നിസ്കരിക്കണവര്? ഇടയത്താഴം കഴിക്കാൻ എഴുന്നേപ്പം നിസ്കരിച്ചത് വേറെ, അത് പോട്ടെ, അത് തിന്നാൻ എഴുന്നേറ്റപ്പം പിന്നെ എന്തായാലും എഴുന്നേറ്റില്ലേ, ഒരു വെടിക്ക് 2 വെടി അങ്ങനെ. എന്നാൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവരുണ്ട്, അത് എല്ലാവർക്കും പറ്റൂല. സ്വന്തം പെണ്ണും പിള്ളയുടെ കൂടെ പുതപ്പിന്റെ കീഴിൽ കിടക്കുമ്പോ അള്ളയാ വലുത്, ആരും അറിയണ്ട, ഭാര്യ പോലും അറിയണ്ട, മിണ്ടാതെ എഴുന്നേറ്റ് നിസ്കരിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ഭാര്യയെ വിളിച്ചുണർത്തണ്ടേ? നല്ല കാര്യമല്ലേ? നമ്മൾ വിചാരിക്കുന്ന നല്ല കാര്യമാണെന്ന്. പക്ഷേ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഭാര്യ അറിയത്തില്ലേ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാ, ഒരിക്കൽ രാത്രി നോക്കുമ്പോൾ നബിയെ കാണാനില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ദിവസം 9 ഭാര്യമാരുണ്ട്. അപ്പൊ ഓരോ ദിവസം ഓരോ ഭാര്യമാർക്കുള്ളതാ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ അടുത്ത് കിടക്കണ ഭർത്താവിനെ കാണാനില്ല. ഭാര്യമാരങ്ങനെ തിരയാറില്ലേ? തിരയാറില്ലേ? സ്നേഹമുള്ള ഭാര്യമാര് തിരയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇപ്പത്തെ പെണ്ണുങ്ങൾ തിരയും, കാക്ക അടുത്ത് തന്നെ ഉണ്ടോ, വേറെ കൊണ്ടൊരു പതിലാടാൻ പോയോ? അങ്ങനെയല്ല.
ആയിഷ ബീബി റളിയല്ലാഹു രണ്ടുപേരും ചേർന്ന കിടക്കണേ. അപ്പൊ ഇങ്ങനെ തപ്പി നോക്കി ഉറക്കത്തിൽ അല്ലാഹ് മുത്തുനബിയെ കാണുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല ചിന്തിച്ച് വേറെ ഭാര്യമാരുണ്ട്, അവിടെ കാണാൻ പോയതാണോ? ഇല്ല, അവിടെ നിന്ന് എഴുന്നേറ്റു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നോക്കുമ്പോ അള്ളാന്റെ റസൂൽ സുജൂദിലിരുന്ന് കിടന്ന് നമസ്കരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരയുകയാണ്. തന്റെ ഭാര്യ പോലും വിളിച്ചുണർത്താതെ രഹസ്യമായിട്ട് അവിടെ ഇബാദത്ത് ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായിട്ട് ചെയ്യുന്ന ഇബാദത്തിന് പ്രതിഫലം കൂടുതലാണ്. എന്തേ നേട്ടമെന്നറിയുമോ? എന്തേ നേട്ടമെന്നറിയുമോ? ഭാര്യ വിളിച്ചുണർത്തണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പടച്ചവൻ, നീ നിസ്കരിച്ചതിന് ശേഷം നിന്റെ ഭാര്യ ചെന്നിട്ട് വിളിച്ചു, ആമിന എഴുന്നേക്ക് പൊന്നുമോള്, 2 റക്അത്ത് നമസ്കരിക്ക് പൊന്നുമോള്. അത് വല്ലാത്ത പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതിന്റെ മഹത്വം നിനക്കറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏത് ഭർത്താവിനെന്നറിയുമോ? രാവിലെ വെളുപ്പാങ്കാലത്ത് സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുകയാണ്. അവിടെ നിന്ന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് പോയി ഒളുവെടുത്തു. എന്നിട്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ ഭാര്യ കിടന്നുറങ്ങുകയാണ്, അല്ലെങ്കിൽ ഭർത്താവ് കിടന്നുറങ്ങുകയാണ്. ആ കിടന്നുറങ്ങുന്ന സമയത്ത് ഒളുവെടുത്തിട്ട് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന വെള്ളത്തുള്ളികൾ ആ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട്, പെണ്ണെ എഴുന്നേറ്റ് നിസ്കരിക്കു, പെണ്ണെ സുബഹിയുടെ ബാങ്ക് വിളിക്കാൻ സമയമായി, എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായിട്ട് ഒരു ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ വേണം. എന്തിനു വേണ്ടി എന്നറിയുമോ? വെറുതെ പറഞ്ഞതല്ല. എനിക്കും അല്ലാഹുവിനെ മാത്രം അറിയുന്ന ഒരു സൽക്കർമ്മം നിങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നിന്റെ കുടുംബക്കാർക്കും ഈ ലോകത്ത് ഒരു ഇൻസാനും അറിയില്ല. നിനക്കും അല്ലാഹുവിനും മാത്രം അറിയുന്ന ഒരു രഹസ്യം, നിനക്കും അല്ലാഹുവിനും മാത്രം അറിയുന്ന ഒരു രഹസ്യമായ ഇബാദത്ത് നിന്റെ ജീവിതത്തിൽ വേണം. അത് എന്തുമാകട്ടെ, അത് എന്തുമാകട്ടെ, പ്രതിഫലം എന്തെന്നറിയോ? ഞാനും നിങ്ങളും വെള്ളിയാഴ്ച ദിവസം ഓതുന്ന സൂറത്തുൽ കഹ്ഫ്, അല്ലാഹുവേ, ഒരുപാട് പ്രതിഫലമുള്ള സൂറത്താണല്ലോ. ഒരു വെള്ളിയാഴ്ച ആരെങ്കിലും അത് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന് യാതൊരു പ്രയാസവുമില്ല. അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാ. അതുകൊണ്ടാ വെള്ളിയാഴ്ച കഹ്ഫോത്. നീ കൊറോണ വരുമെന്ന് നീ പേടിക്കണ്ട. അടുത്ത വെള്ളിയാഴ്ച വരെ റബ്ബ് നിന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സൂറത്തുൽ കഹ്ഫിനകത്ത് അല്ലാഹു ഒരുപാട് ചരിത്രം പറയുന്നുണ്ട്. നമുക്ക് പഠിക്കാൻ ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. അതിനകത്തൊരു ചരിത്രം കാണാ. എന്റെ പ്രിയപ്പെട്ടവരെ, 3 ചെറുപ്പക്കാര് 3 മനുഷ്യരുടെ ഒരുമിച്ച് യാത്ര ചെയ്ത 3 ആൾക്കാരുടെ ചരിത്രം സൂറത്തുൽ കഹ്ഫില് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 3 മനുഷ്യരുടെ കഥ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വെറുതെ അല്ല അല്ലാഹ് എഴുതി വെച്ചേ. ഈ ഖുർആൻ പറയുന്ന ഈ കഥകൾ വെറുതെ കഥ പുസ്തകമല്ല. ആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു 3 ആൾക്കാരുടെ കഥ പറയുകയാണ്. ഈ 3 പേരും ഒരുമിച്ച് യാത്രക്കാരാണ്. പടച്ചവനെ, അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോ വല്ലാത്ത മഴയും കാറ്റും, വല്ലാതെ കാലാവസ്ഥ വളരെ വ്യത്യാസമാവുകയാണ്. കാലാവസ്ഥ വല്ലാത്ത വ്യത്യാസമായി. അവർ വൈകുന്നേര സമയമായി. അവസാനം വലിയ യാത്ര ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ 3 പേരും കൂടെ മലയുടെ താഴ്ത്തട്ടിലേക്ക് ഇറങ്ങുകയാണ്. ആ മലയുടെ സൈഡില് ഒരു ചെറിയ ഗുഹ കാണുകയാണ്. പടച്ചവനെ, ആ ഗുഹയ്ക്കകത്തേക്ക് 3 പേരും കൂടെ കയറി കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, മുകളിൽ നിന്നൊരു പാറ വന്ന് താഴേക്ക് വീഴുകയാണ്. അവിടെ നിന്നൊരു പാറ വന്ന് താഴേക്ക് വീണു. ഇവര് 3 പേരും ഇരിക്കുന്ന ഗുഹയുടെ കവാടം അടയുകയാണ്. പടച്ചവനെ, എത്ര നോക്കിയിട്ടും ആ കവാടത്തിൽ നിന്ന് കല്ലു മാറ്റാൻ കഴിയുന്നില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടും ആ പാറ മാറ്റാൻ കഴിയുന്നില്ല. ഇനി ഒരു വഴിയുമില്ല. ഇനി അല്ലാഹുവിന്റെ സഹായമല്ലാതെ, പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായമല്ലാതെ, ഈ കൊടുങ്കാറ്റിന് ഈ ഗുഹയ്ക്കകത്ത് കിടക്കുന്ന
നമ്മളെ ആര് രക്ഷിക്കാരാ? ആരാ ഈ പാറയൊന്നെടുത്തു മാറ്റി തരുന്നത്? ഒരു വഴിയുമില്ല. 3 പേരും പ്രയാസത്തോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അതിനകത്തൊരു അറിവുള്ള മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു സൽക്കർമ്മമുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സ്വീകരിച്ചെന്നുറപ്പുള്ള അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാനും നിങ്ങളും ചെയ്ത ഏതെങ്കിലും ഒരു സൽക്കർമ്മം നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ പറഞ്ഞിട്ട് ദുആ ചെയ്യാ. അവിടെ നിന്ന് 3 പേരും തീരുമാനിക്കുകയാണ്. ഒന്നാമത്തെ മനുഷ്യനുണ്ടല്ലോ, അതാ ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. റബ്ബേ, എന്നെ കുറിച്ച് നിനക്കറിയാമല്ലോ തമ്പുരാന്. ആ മനുഷ്യന് മാതാപിതാക്കളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സഹോദരനാ. തന്റെ മാതാപിതാക്കളോട് വല്ലാത്ത സ്നേഹമാണ്. മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ സ്വന്തം മക്കൾക്കും ഭാര്യയ്ക്കും പോലും ഭക്ഷണം കൊടുക്കൂല. പടച്ചവനെ, ആ മനുഷ്യനുണ്ടല്ലോ അവിടെ നിന്ന് പാല് കറക്കുന്ന മനുഷ്യനാട്. ആ മനുഷ്യന് ഏതു ഭക്ഷണം കഴിക്കണമെങ്കിലും ആദ്യം ഉമ്മയ്ക്ക് കൊടുക്കണം. ഉമ്മായിക്ക് കൊടുക്കാതെ ഭക്ഷണം കഴിക്കാത്ത മകൻ ഇന്നും അങ്ങനെയുണ്ട് സഹോദരാ. എത്രയോ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കള് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രായം ചെന്ന ഉമ്മയും ബാപ്പയുമുള്ള വീടുകളിലേക്ക് സ്നേഹനിധികളായ മക്കള് കടന്നു ചെല്ലുമ്പോ ആദ്യമായിട്ട് ഭാര്യയോട് ചോദിക്കും, വാപ്പായിക്ക് ഭക്ഷണം കൊടുത്തോ, ഉമ്മായിക്ക് ഭക്ഷണം കൊടുത്തോ? ഇല്ലെങ്കിൽ ഉമ്മാടെ റൂമിൽ പോയിരുന്നിട്ട് ചോദിക്കും, ഉമ്മ ഭക്ഷണം കഴിച്ചോ? എന്റെ പ്രിയമുള്ളവരെ, സ്നേഹമുള്ള മക്കളെങ്ങനാണ് കഴിച്ചില്ലെന്ന് പറഞ്ഞ മോനെ നീ വരട്ടടാ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാ. സ്വന്തം ഭാര്യ പോലും നമ്മളെങ്ങനെ കാത്തിരിക്കാറില്ല. എന്നാ വാപ്പയും ഉമ്മയും പ്രായമുള്ളവർ മോനെ നീ വരട്ടെ എന്ന് കരുതിയിരിക്കുകയാണ്. അവസാന ഭക്ഷണവും എടുത്തുകൊണ്ട് മാതാപിതാക്കളുടെ ചാരത്ത് ചെന്ന് ഉമ്മാടെ വായിലേക്ക് പടച്ചവനെ മോൻ വാരി വെച്ച് കൊടുക്കുന്നു, മോന്റെ വായിലേക്ക് ഉമ്മ വെച്ച് കൊടുക്കുന്നു. അല്ലാഹുവേ, മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, എന്റെ മാതാവിനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് പടച്ചവര്. നിനക്കറിയാമല്ലോ അല്ലാ, നിനക്കറിയാമല്ലോ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്. ഉമ്മായിക്ക് പാലെന്തുണ്ടെങ്കിലും അവിടെ നിന്ന് പാല് കറന്നിട്ട് ആ പാല് ആദ്യം ഉമ്മായിക്ക് കുടിക്കാൻ കൊടുക്കും, എന്നിട്ടേ ഭാര്യയ്ക്കും മക്കൾക്കും ഈ മനുഷ്യൻ കൊടുക്കാറുള്ളൂ. പടച്ചവനെ, ഒരു ദിവസം വിറക് ശേഖരിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോഴേക്ക് സമയം ഒരുപാട് താമസിച്ചു പോയി. വിറകുമായി തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഓടിച്ചെന്നിട്ട് പാല് കറന്നു. അവിടെ നിന്ന് പാല് ചൂടാക്കിയിട്ട് ഉമ്മാടെ മുന്നിൽ വരുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാ ദിവസവും മോൻ കൊടുക്കുന്ന പാല് കുടിച്ചിട്ടാ ഉമ്മ കിടന്ന് ഉറങ്ങാറ്. ആ മനുഷ്യനതാ പാലും എടുത്തുകൊണ്ട് ഉമ്മാടെ മുന്നിലേക്ക് വരുമ്പോ ഉമ്മ ഉറങ്ങിപ്പോയി. ഉമ്മ കിടന്നുറങ്ങിപ്പോയി. ആ മനുഷ്യന്റെ കണ്ണുകൾ നിറയുകയാണ്. റബ്ബേ, എന്റെ ഉമ്മ പട്ടിണി കിടന്നുറങ്ങിയല്ലോ. പടച്ചവനെ, ഉമ്മാനെ പോയി വിളിച്ചില്ല. ഉറങ്ങുന്ന ഉമ്മാനെ ശല്യം ചെയ്യാൻ ഉറങ്ങുന്ന ഉമ്മാനെ എങ്ങനെ വിളിച്ചുണർത്താനാ? ഈ മനുഷ്യനതാ ഉമ്മാനെ വിളിച്ചുണർത്താതെ ആ പാലും കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ആ മനുഷ്യന്റെ പിഞ്ചു മക്കളുണ്ടല്ലോ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വാപ്പാടെ കാലിൽ പിടിച്ചു കിടന്ന് കരയുകയാ. സ്വന്തം മക്കള് ആ മനുഷ്യന്റെ കാൽ ചുവട്ടിൽ കിടന്ന് കരയുകയാ.
വിശന്നിട്ട് ഉമ്മാക്ക് കൊടുക്കാതെ മക്കൾക്കും കൊടുക്കൂല. ആ മനുഷ്യൻ അതേ നിൽപ്പ് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്, വെറുതെ പറഞ്ഞതല്ല. ഈ മനുഷ്യന്റെ ഭാര്യയും മക്കളും പട്ടിണിയാണ്. പിഞ്ചുമക്കള് പോലും കാൽച്ചുവട്ടിൽ കിടന്ന് വിശന്ന് കരഞ്ഞപ്പോ പോലും കൊടുത്തില്ല. കാരണം എന്ന് ഉമ്മ കുടിച്ചതിന് ബാക്കിയല്ലേ കുടിക്കാറുള്ളത്. അവിടെ നിന്ന് കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവ് ഉണരുന്നത് വരെ, ഉമ്മ ഉണരുന്നത് വരെ ഞാനോ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും സഹോദരാ? ഒന്നുകിൽ കിടന്നുറങ്ങുന്ന ഉമ്മാനെ വിളിച്ചുണർത്തിയിട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ ഉമ്മ ഉറങ്ങിയില്ലേ ഭാര്യക്കും മക്കൾക്കും കൊടുക്കും. ആ മനുഷ്യൻ അങ്ങനെ ആയിരുന്നില്ല. ആ പാലും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട മാതാവ് ഉണർന്നപ്പോ ഓടിച്ചെന്ന് തന്റെ ഉമ്മയ്ക്ക് കുടിക്കാൻ പാല് കൊടുത്തു. എന്നിട്ടാണ് തന്റെ മക്കൾക്കും ഭാര്യയ്ക്കും കൊടുത്തത്. ഈ മനുഷ്യനാ ഗുഹയ്ക്കകത്തിരുന്നിട്ട് അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ ഇത് നിനക്കറിയുന്ന രഹസ്യമാണല്ലോ, പടച്ചവനെ ഇത് നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണല്ലോ. അല്ലാഹുവേ ഇതിനകത്ത് നിന്നൊന്ന് രക്ഷപ്പെടുത്തുന്നതാ. ഈ മനുഷ്യനവിടുന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ എത്ര പരിശ്രമിച്ചിട്ടും മാറാത്ത പാറയുണ്ടല്ലോ, അവിടുന്ന് നനങ്ങുകയാണ്, അവിടുന്ന് പാറയും നനങ്ങുകയാണ്. പക്ഷേ ഒരാൾക്കും വെളിയിലേക്ക് പോകാൻ കഴിയില്ല. പാറ കുറച്ചു മാറി ഒരാൾക്കും ഇറങ്ങാൻ കഴിയില്ല. ഈ മനുഷ്യൻ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ പാറ അവിടുന്ന് നീങ്ങുകയാണ്. രണ്ടാമത്തെ മനുഷ്യൻ അവിടുന്ന് ചിന്തിച്ചു, റബ്ബേ ഞാൻ എന്തേ ദുആ ചെയ്യേണ്ടത്? അവസാനം ആ മനുഷ്യൻ അവിടുന്ന് ഒരു അമല് കണ്ടെത്തി, ഒരു രഹസ്യമായിട്ടുള്ള ഒരു അമല് കണ്ടെത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ആ മനുഷ്യൻ ഒരു വലിയ സമ്പന്നനായിരുന്നു. ആ മനുഷ്യൻ ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു. എല്ലാവരും ജോലി ചെയ്തു. പക്ഷേ ഒരേ ഒരു മനുഷ്യൻ മാത്രം ശമ്പളം വാങ്ങിയില്ല. ജോലി ചെയ്യാൻ ആളുണ്ടായിരുന്നു. തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ അവസാനം ശമ്പളം എടുത്തു കൊടുക്കാൻ സമയമായപ്പോ ആ മനുഷ്യൻ ശമ്പളം വാങ്ങാതെ പോയി. ഈ മനുഷ്യനുണ്ടല്ലോ, ഈ സമ്പാദ്യം അവിടെ മാറ്റിവെക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യനെ കാണാതെ വന്നപ്പോ തന്റെ കച്ചവടത്തിലേക്ക് അതാ ആ വച്ചിരുന്ന ശമ്പളം എടുത്തിടുകയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്തു. ഒരുപാട് സമ്പത്തായി, ഒരുപാട് പണമായി. ഒരു ദിവസം യാദർശികമായി തന്റെ വീട്ടിലെ ജോലി ചെയ്തിരുന്ന മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, അബ്ദുല്ലാ എന്റെ ശമ്പളം തരുവോ? ഞാനെന്ന് ചെയ്ത ജോലിയുടെ ശമ്പളം തരുവോ? ആ മനുഷ്യൻ പറയുന്നു, ആ മലഞ്ചെരിവിൽ നിൽക്കുന്ന മൃഗങ്ങൾ കണ്ടോ, ഇത് മുഴുവനും നിന്റെ ശമ്പളമാണ്, പോയി എടുത്തുകൊള്ളുക. ഈ മനുഷ്യൻ പോലും ചോദിക്കുന്നു, അബ്ദുല്ലാ നീ എന്നെ പരിഹസിക്കുകയാണോ? നീ എന്നെ കളിയാക്കുകയാണോ? എന്റെ ചെറിയ ശമ്പളം ചോദിച്ചപ്പോ ഈ കാണുന്ന പശുവും ഒട്ടകവും ആടല്ല എന്റേതാണെന്ന് നീ പറയുന്നല്ലോ, എന്നെ പരിഹസിക്കുകയാണോ? ആ മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലുമില്ല. നിന്റെ ശമ്പളം ഞാനിവിടെ മാറ്റിവെച്ചിരുന്നു. നിന്നെ കാണാതെ വന്നപ്പോ അത് ഞാൻ എന്റെ കച്ചവടത്തിൽ ബിസിനസ്സിലേക്ക് ഇട്ടു. അതിൽ നിന്നുണ്ടായ ലാഭമാണ്. ഇതൊക്കെ നിന്റെ പൈസയിൽ നിന്നുണ്ടായ ലാഭമാണ്. ഇത് മുഴുവനും നിനക്കുള്ളതാണ്. ഇത് മുഴുവനും നിനക്കുള്ളതാണ്. പടച്ചവനെ ആടും ഒട്ടകവും എല്ലാം അവസാനം ആ മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. റബ്ബേ ഈ മനുഷ്യൻ ഗുഹയ്ക്കകത്തിരുന്നു പറയുന്നു, നാഥാ ഇതെല്ലാം പടച്ചവനെ നിനക്കറിയുന്ന കാര്യമാണ്. നിന്റെ തൃപ്തി കരുതിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഇത് സ്വീകരിച്ചെങ്കിൽ ഈ ഗുഹയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ കല്ല് നീ മാറ്റിത്തരണേ അല്ലാ. രണ്ടാമത്തെ മനുഷ്യൻ അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ പാറ കുറച്ചുകൂടെ അങ്ങോട്ട് മാറുകയാണ്. പക്ഷേ ഒരാൾക്കും വെളിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. രണ്ടുപേരും അവസരം കഴിഞ്ഞു. മൂന്നാമത്തെ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവിടെ നിന്ന് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തുകയാണ്. എന്നിട്ട് പടച്ചവനോട് പറയുകയാ, അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ കുടുംബത്തില് തന്റെ പിതൃവ്യ പുത്രിയായ ഒരു സുന്ദരിയായ
സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. തന്റെ കുടുംബത്തിലെ തന്നെ ഒരു അകന്ന ബന്ധു, ഒരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എങ്ങനെയെങ്കിലും അവളുമായി ശാരീരികമായി ബന്ധപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരുപാട് വഴികൾ നോക്കി, എല്ലാം പരാജയപ്പെട്ടു. കാരണം ആ പെണ്ണിന് അല്ലാഹനെ വല്ലാത്ത പേടിയായിരുന്നു. അവസാനം ഒരു ദിവസം ആ പെണ്ണിനൽപ്പം പൈസയുടെ ആവശ്യം വന്നു. അല്പം പൈസയുടെ ആവശ്യം വന്നു. ഇവൻ 20 ദിർഹമോളം ആ പെണ്ണിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പൈസ വേണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാനുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടാൻ നീ സമ്മതിക്കണം. അവസാനം ഒരു ഗതിയില്ലാതെ വന്നപ്പോ, വേറെ ഒരു വഴിയില്ലാതെ വന്നപ്പോ, തന്റെ കുടുംബത്തിലെ ചെറുപ്പക്കാരന്റെ മുന്നിൽ അവിടെന്ന് മനസ്സോട് അവിടെന്ന് സമ്മതം കൊടുക്കുകയാണ്. ആരും കാണാതെ, ആരും അറിയാതെ പടച്ചവനെ ഒരുക്കി വെച്ചിരിക്കുന്ന റൂമിന്റെ അകത്ത് ഈ സുന്ദരിയായ പെണ്ണിന്റെ 2 കാൽമുട്ടുകളുടെ മുന്നിൽ പോയിരിക്കുമ്പോ ആ പെണ്ണവനോട് ചോദിക്കുകയാ, ഗതിയില്ലാത്തത് കൊണ്ടാ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞാൻ നിന്റെ കുടുംബക്കാരിയാണ്, നീ എന്ത് ചെയ്താലും എനിക്കിഷ്ടമില്ലാതെയാണ് ചെയ്യുന്നത്. എനിക്കല്ലാഹനെ പേടിയാ. ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, നീ എന്തിനാ പേടിക്കുന്നത്? പെണ്ണെ, ഞാനും നീയുമല്ലാതെ ആരുമില്ലല്ലോ, ഞാനും നീയുമല്ലാതെ ഇതിനകത്ത് വേറെ ഒരാളുമില്ലല്ലോ. എന്തിനാ നീ ഭയപ്പെടുന്നത്? ഒരാളും കാണില്ലല്ലോ. പെണ്ണ് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുമല്ലോ, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുമല്ലോ. ഈ ചിന്തയാ നമ്മളിൽ പലർക്കുമില്ലാതെ പോയത്. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. ഈ ദിക്ർ വെറുതെ ഉള്ള ദിക്റല്ല സഹോദരാ, ഇത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന, രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ദിക്റാണ്. ഇത് ജീവിതത്തിൽ പഠിച്ചു വെക്കേണ്ട ഒരു ദിക്റാണ്. അല്ലാഹുവേ, സുന്ദരിയായ പെണ്ണിന്റെ കാൽച്ചുവട്ടിൽ ഒരു ചെറുപ്പക്കാർ അവിടെ നിന്ന് വ്യഭിചരിക്കാൻ വന്നിരിക്കുമ്പോ അവനോട് പറയുന്നു, എടാ ഇന്നി അഖാഫുല്ലാഹ്, എനിക്കല്ലാഹനെ പേടിയാ, നിനക്കല്ലാഹനെ പേടിയില്ലേ? ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുമല്ലോ. ഒരേ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. ചെറുപ്പക്കാരന്റെ കണ്ണ് നിറഞ്ഞു പോയി. പൈസ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതവർക്ക് മാത്രം അറിയുന്ന രഹസ്യമാണ്. ചെറുപ്പക്കാരൻ അല്ലാഹനോട് പറയുന്നു, നാഥാ, ഇത് നിനക്കറിയുമല്ലോ റബ്ബേ, രക്ഷപ്പെടുത്തണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ അതാ അടഞ്ഞിരുന്ന കവാടത്തിൽ അടഞ്ഞിരുന്ന പാറക്കഷ്ടം അവിടുന്ന് മാറിയെന്ന ചരിത്രം പറയുമ്പോ, ഇതെങ്ങനെ മാറി മോന്, ഇതെങ്ങനെ മാറി വാപ്പാ? എന്റെ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്. ആരും എടുത്തു മാറ്റിയതല്ല, അവര് രഹസ്യമായി തന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം, അല്ലാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യം. അത് റബ്ബിന്റെ മുന്നിൽ വെച്ച് ദുആ ചെയ്തപ്പോ ആ പ്രയാസം അല്ലാഹു മാറ്റിക്കൊടുത്തതെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഏതെങ്കിലും ഒരു രഹസ്യം, നിനക്കും അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യം, അതൊരു ദിക്റാകട്ടെ, ഒരു സദഖയാകട്ടെ, 2 റക്അത്ത് നിസ്കാരമാകട്ടെ, പരിശുദ്ധ ഖുർആൻ ഓതലാകട്ടെ, ഏതെങ്കിലും ഒരു രഹസ്യമായ സൽക്കർമ്മം നിനക്കുണ്ടോ എങ്കിൽ നീ അല്ലാഹുവിന്റെ മുന്നിൽ നിന്റെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, നിനക്ക് രോഗങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ അല്ലാഹുവിനോട് പറയണം, അല്ലാഹ്, പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ എന്റെ ഭാര്യയുടെ ചാരത്ത് കിടക്കുമ്പോ എന്റെ ഭാര്യ പോലും അറിയാതെ എഴുന്നേറ്റ് 2 റക്അത്ത് നിനക്ക് വേണ്ടി നിസ്കരിക്കുന്നവനാണ് റബ്ബേ. അല്ലാഹുവേ, അതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും എന്റെ രോഗം മാറ്റിത്താ അല്ലാ, എന്റെ പ്രയാസം മാറ്റിത്താ അല്ലാ, എന്റെ കടം മാറ്റിത്താ അല്ലാ, എനിക്ക് നിന്റെ സ്വർഗം താ അല്ലാ.
എന്ന് ദുആ ചെയ്യാൻ കഴിയും സഹോദരാ. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, ഇബ്ലീസിന് വല്ലാത്ത കോപമുണ്ടാക്കുന്ന കാര്യം പരസ്യമായിട്ടുള്ള അമലല്ല, രഹസ്യമായിട്ടുള്ള അമൽ ഇബ്ലീസിന് വലിയ പ്രയാസമുണ്ടാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അല്ലാഹ്ക്കും നമുക്കും മാത്രം അറിയുന്ന ഒരു രഹസ്യമുണ്ടെങ്കിൽ അതൊരു വലിയ ആയുധമാണ്. ചില സമയങ്ങളിൽ ജീവിതത്തിന്റെ വലിയ പ്രയാസങ്ങളുടെ സമയത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ജീവിതത്തിൽ ചെയ്ത ഈ ഒരു നന്മ വെച്ചിട്ട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.